ഇന്ന് നമ്മളൊരു സർവൈവൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫിക്കൽട്ടി ഹാർഡ് കൊടുക്കാം. ഇതാണ് നമ്മളുടെ സീഡ്. ഞാൻ കുറേ തപ്പിയപ്പോൾ കിട്ടിയ സീഡാണ്. ഇത് നോക്കി അടിച്ചാൽ മതി. മൾട്ടിപ്ലയർ ഓഫാക്കാം. ഇനിയൊന്നും സെറ്റാക്കാനില്ല, ഇനി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ കളിക്കണത് സ്ക്രീൻ റെക്കോർഡിങ്ങിൽ ഇട്ടിട്ടാണ്. പക്ഷെ ഞാൻ പറയണത് വോയിസ് ഓവറിലൂടെയാണ്. കളി കഴിഞ്ഞിട്ട് മീൻസ് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിത് പറയണത്. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ മീൻസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് സംസാരിക്കുമ്പോൾ അത് നമ്മൾ സംസാരിക്കുന്നത് വീഡിയോയിൽ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ മൈൻക്രാഫ്റ്റിനെ പറ്റി വല്ല ടിപ്സും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. വേൾഡ് ഇപ്പോൾ ലോഡാവും. ഓക്കെ, എന്താ ഉണ്ടാകാൻ പോണേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വില്ലേജൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഈ ഒരു വുഡ് മൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ വേൾഡത്തെ ആദ്യത്തെ മൈൻഡ് ചെയ്ത ബ്ലോക്ക് മാറ്റി വയ്ക്കാം. അടയാളത്തിന് അതിൻ്റെ ഒരു മേലൊരു ഡർട്ടും വയ്ക്കില്ല. ഞാൻ എപ്പോഴെങ്കിലും വന്ന് പൊട്ടിച്ചെടുക്കും, 100% ഉറപ്പാണ്. അവിടെ ഒരു കുഞ്ഞ് ഐലൻഡ് എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതുണ്ടോ? അവിടെ ഒരു കുഞ്ഞ് ഐലൻഡ് എല്ലാം ഉണ്ട്. അവിടെ പംകിനൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് എടുക്കണം. ഇനി നമുക്ക് വുഡ് ബാക്കിയുള്ള മൈൻ ചെയ്യാം. പിന്നെ നമ്മളുടെ വില്ലേജ് പറഞ്ഞാൽ 5 ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ് ആവാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ്, വില്ലേജ് ലൂട്ടിങ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. അയൺ ഗോളത്തെ നമ്മൾ ഇന്ന് തല്ലിക്കൊല്ലണില്ല. അയൺ ഗോളത്തെ നമുക്ക് തീർക്കണം, പക്ഷെ അത് ഇന്നില്ല. പിന്നെ ഇത് PC ഗെയിമാണ്. ഞാൻ മൊബൈലിൽ കളിക്കണോണ്ട് അത്യാവശ്യം നന്നായിട്ട് ലാഗ് ഉണ്ടാവും. സോറി. നിങ്ങൾക്ക് എന്തെങ്കിലും ലാഗിന് പ്രശ്നത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ഞാൻ പിന്നെ ഇതിൽ ഓട്ടോ ജമ്പ് ഓണാക്കിയിട്ടിട്ടാണ് കളിക്കണത്. ഓട്ടോ ജമ്പ് ഓഫായി കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓട്ടോ ജമ്പ് ഓഫാക്കിയിട്ട് കളിക്കണം ഓണാക്കിയിട്ട് കളിക്കണം എന്ന് നിങ്ങൾ പറയും കേട്ടോ. പിന്നെ എൻ്റെ സ്കിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ ഒരു മേലെ കാണിക്കുന്നുണ്ട്. അതാണ് എൻ്റെ സ്കിന്ന്. ഓക്കെ, വില്ലേജിൽ അത്യാവശ്യം നല്ല ലൂട്ടൊക്കെ ഉണ്ട്. ഗോൾഡൊക്കെ കിട്ടി, പിന്നെ ബണ്ടിലും കിട്ടി. അത് ഞാൻ എടുത്തിട്ട് പിന്നെ വേറൊരു ഇൻവെൻറ്ററീസിലോട്ടേക്ക് വെച്ചിരുന്നു. ഇവിടെ 5 ബ്ലാക്ക് സ്മിത്ത് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആകെ ഒരു ബ്ലാക്ക് സ്മിത്ത് മാത്രമേ ലൂട്ട് ചെയ്തുള്ളൂ. അടുത്ത ബ്ലാക്ക് സ്മിത്ത് അപ്പുറത്താണ്. പിന്നെ എനിക്ക് വെള്ള ബെഡ് വേണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് വെള്ള ബെഡാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് ഇതിൽ മൈൻക്രാഫ്റ്റിൽ ബെഡ് ഡൈ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കളറ് പറഞ്ഞാൽ ലൈറ്റ് ഗ്രേ ആണ്. അപ്പോൾ ആ ലൈറ്റ് ഗ്രേ ഡൈ കിട്ടണ വരെ എനിക്ക് ബെഡ് ഡൈ ഇതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അത്ര നല്ലൊരെണ്ണം ആ ഒരു വൈറ്റ് ബെഡ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം അയണൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു അയൺ സോഡ്, ഒരു അയൺ പിക്കാക്സും പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റുമാണ് നമുക്ക് ഈ ഇതിന്ന് കിട്ടിയത്. പിന്നെ ഒരു ബണ്ടിലും കിട്ടിയത് നല്ലൊരു കാര്യമാണ്. ചെസ്റ്റ് പ്ലേറ്റ് നമുക്കെടുത്ത് ഇട്ടിരിക്കാം. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് സ്മിത്ത് ഇപ്പുറത്തും ഉണ്ട്. ഇവിടെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലൂട്ട് ചെയ്യാം. അവിടെ ഒരു ബൂട്ടും പിന്നെ ഒരു സോഡും കൂടിയും കിട്ടിട്ടോ. ബൂട്ട് നമുക്ക് ഇട്ടിരിക്കാം. പിന്നെ എൻ്റെ മൈൻക്രാഫ്റ്റ് സ്കിന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട്. ഇതാണ് എൻ്റെ മൈൻക്രാഫ്റ്റ് സ്കിന്ന് കേട്ടോ. പിന്നെ ഇത് അടുത്ത ബ്ലാക്ക് സ്മിത്താണ്. ഇതിപ്പോൾ 4ാമത്തെ ബ്ലാക്ക് സ്മിത്ത് ആയിട്ടേ ഉള്ളൂ. ഒരു ബ്ലാക്ക് സ്മിത്തും കൂടി ഉണ്ട്. ഇവിടുന്ന് അത്യാവശ്യം ഒബ്സിഡിയനൊക്കെ കിട്ടി. പിന്നെ ഒരു ഡയമണ്ട് മെയിനായിട്ട് കിട്ടി. ഞാൻ ഇവിടെ ഈ ഒരു ലൂട്ടൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ എന്താ പറയുക ഈ ഒരു സീഡ് അടിച്ച് കയറിയത്. കാരണം എന്താ വെച്ചാൽ അത് മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് കളിക്കാൻ തുടങ്ങണവർക്ക് പറ്റിയ സീഡാണ് ഈ സീഡ്.
5 ബ്ലാക്ക് സ്മിത്തൊക്കെയാണ് സ്പോണിൽ. പിന്നെ ഇവിടെ ഒരു കാർട്ടോഗ്രാഫറിൻ്റെ വീടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ അത്യാവശ്യം ലൂട്ടൊക്കെ എടുത്തു. കാർട്ടോഗ്രാഫി ടേബിളും ഇരിക്കട്ടെ പറഞ്ഞിട്ട് അതും ഞാൻ കൊണ്ടുപോയി. നമ്മൾ പിന്നെ അടിച്ചു മാറ്റാൻ പറ്റണമൊക്കെ അടിച്ചു മാറ്റുമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു രീതി. അപ്പം അതും അടിച്ചു മാറ്റി. ഇത് ഈ ചാനലിലത്തെ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് വീഡിയോ ആണ്. ഇതിന് മുന്നേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, അത്യാവശ്യം സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചാനലിലത്തെ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് വീഡിയോ. ഇനിയും മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ ഇടാൻ നോക്കും. പിന്നെ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്ക് സംസാരിക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. ആർക്കെങ്കിലും അറിയാത്ത ഒന്ന് പറഞ്ഞു തരണേ. വോയിസ് ഓവർ എടുക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ റിയാക്ഷൻ നമുക്ക് വോയിസ് ഓവറിലൂടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ കൂടെ ഇത് ചെയ്യാനുള്ള വല്ല വഴിയുണ്ടോ ചോദിച്ചത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബ്ലാക്ക് സ്മിത്ത്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് അയൺ കിട്ടി. ഇപ്പം തന്നെ എല്ലാം കൂടിയും 15 അയണൊക്കെ ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഒരു അയൺ ചെസ്റ്റ് പ്ലേറ്റും കൂടിയും കിട്ടി. ഇതൊന്നും ഞാൻ എടുത്തില്ല, ഞാൻ മറന്നു. അതൊക്കെ ഞാൻ നാളെ എടുക്കാം. ഇന്നത്തെ നമ്മുടെ ഗോള് ഒരു വെള്ള ബെഡ് കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ ഒരു വലിയൊരു വീടുണ്ടല്ലോ, ആ വീടാണിത് എന്നാണ്. പക്ഷേ പോയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ലൈബ്രറീൻ്റെ വീടാണെന്ന്. ഇങ്ങനത്തെ ഈ ഒരു ഓക്ക് പ്ലാങ്ക് വെച്ചിട്ടുള്ള വീടുകളിലാണ് സാധാരണ വെള്ള ബെഡ് സ്പോൺ ആവാറ്. എനിക്കൊരു ഹാർഡ് കോർ സീരീസും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. മിക്കവാറും ഞാൻ ആ 2ാമത്തെ എപ്പിസോഡിൽ തന്നെ ചാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങാത്തത്. അത് നിങ്ങളെന്താ വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ ഒരു ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ലൈറ്റ് ഗ്രേ ബെഡ് ഉണ്ടാക്കണം, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസും പിന്നെ ഒരു ഷീൽഡും ഉണ്ടാക്കാം. ഇവിടെയാണ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പോണത്. എൻ്റെ ശരിക്കുള്ള പേര് കാശിനാഥ് എന്നാണ് കേട്ടോ. നമുക്ക് ആദ്യം ഒരു ലെഗിങ്സ് പിന്നെ ഒരു ഹെൽമെറ്റ്, നമുക്ക് അങ്ങനെ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ് ആയിട്ടുണ്ട്. ഇനി ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കിയാൽ മതി. നമുക്കിത് മേലെ അടിയിലുണ്ടാവും, കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. നമുക്ക് ഷീൽഡും കിട്ടി. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ചെടുത്തിട്ട് ഈ എപ്പിസോഡ് നിർത്താം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഇനി എപ്പിസോഡ് വരുന്നതായിരിക്കും.